അങ്ങനെ നമ്മുടെ ലിറ്റിൽ സ്റ്റാർസുമായിട്ട് നമ്മൾ ലിറ്റിൽ കിച്ചൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. ലിറ്റിൽ കിച്ചനൊക്കെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കുറേ ഇഷ്ടമായോ? കുക്ക് ചെയ്യാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണോ? നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്കപ്പോൾ കുക്കിംഗ് തുടങ്ങാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഒരാളിനെ വിളിക്കാനുണ്ട്. വിളിക്കട്ടെ? നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫിനെ സ്വാഗതം ചെയ്യാം. ഷെഫ്, വെൽക്കം ടു ഈസ്റ്റേൺ ലിറ്റിൽ കിച്ചൺ. വെൽക്കം സർ. എന്താണ് പരിപാടി ഇന്ന്? ഇന്ന് കുക്കിംഗ്, സിംഗിങ്, ഗെയിം. എന്താണ് കുക്ക് ചെയ്യുന്നത് നമ്മളിന്ന്? തവ വെജിറ്റബിൾ അല്ലേ? ഓക്കെ. ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടിട്ട് തവ വെജിറ്റബിൾസിന്റെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഓക്കെ, രണ്ടുപേർക്കും സെയിം ആണല്ലേ? സെയിം ആണ്. ഓക്കെ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞോ, ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞോളൂ. നമുക്ക് എന്താണ് കുക്കിങ്ങിന് നമുക്ക് 10 മിനിറ്റ്സ് ടൈമാണ് തരാൻ പോകുന്നത് നിങ്ങൾക്ക് രണ്ട് ടീമിനും. രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യും, ഒരുമിച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഒരു 3 ക്രൈറ്റീരിയാസ് ഉണ്ട് നമുക്ക്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരേ ഐറ്റം കൂടി ആയതുകൊണ്ട് ടേസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കാണോ കൂടുതൽ ടേസ്റ്റ് അവർക്ക് മാർക്കുണ്ട്. പിന്നെ അതുപോലെ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് നമ്മളിങ്ങനെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കില്ലേ? അത്. പിന്നെ ഏരിയ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഏരിയ ചെക്ക് ചെയ്യും. രണ്ടുപേരുടെ ഏരിയ ചെക്ക് ചെയ്യും. രണ്ടുപേരുടെ ഏരിയ ക്ലീൻ ആയിരിക്കണം. ഇനി നമുക്ക് തുടങ്ങാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും അറിയാം, ഞാൻ അങ്ങോട്ട് തരാം. അന്ന് ബിസിനോട് പറയുമ്പോൾ എൻ്റെ അടുത്ത് കേട്ടോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉള്ളതെന്നുള്ളത്. എന്നിട്ട് പറയാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്ക് തന്നിരിക്കണത്. നമുക്ക് ഇപ്പോൾ കുക്കിംഗ് തുടങ്ങണേക്കാട്ടിലും മുന്നേ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ക്യാപ്പൊക്കെ ഇട്ട് ആപ്രണൊക്കെ കിട്ടിയ ഒരു വെയിറ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്? തവ വെജിറ്റബിൾസ് ആണ്. ഓക്കെ, തവ വെജിറ്റബിൾസ് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞേ. ഓയിൽ, ഓക്കെ, brinjal, ഓക്കെ, onion, tomato, lady's finger, ഓക്കെ, salt, ഓക്കെ, chili powder, ചാറ്റ് മസാല, ക്യൂമിൻ പൗഡർ. പിന്നെ വേറെ 2 സാധനങ്ങൾ ഇപ്പുറത്തുണ്ട്. cauliflower, പിന്നെ coconut. ഗ്രേറ്റഡ് കോക്കനട്ട്. അതൊന്നും ഇടാൻ മറക്കരുത് കേട്ടോ. ഞാൻ മാർക്ക് ഇടാൻ മറന്നു വന്നു. അതെ അല്ലേ? ഓക്കെ. അപ്പോൾ അറിയാലോ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അവര് കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അവരാദ്യം പിന്നെ ബ്രിഞ്ചാൾ, പിന്നെ ലേഡീസ് ഫിംഗർ വരഞ്ഞു. എഗ് പ്ലാന്റ്, പിന്നെ ഇതും പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ച് തന്നെ ഓണിയൻ സ്ലൈസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് 6 മിനിറ്റ് സമയം കൂടിയുള്ളൂ. നിങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തു, മാരിനേറ്റ് ചെയ്തു. ഇതെടുത്തതിന് ശേഷം അടുത്ത വെജിറ്റബിൾസ് ഇടും അല്ലേ? ഒന്ന് ഇളക്കിക്കോ. സൂക്ഷിച്ച് താഴെ ഈ സൈഡിലുള്ളത് ഇളക്കി കൊടുക്കുമ്പോൾ 2 മിനിറ്റ് കൂടെ ഉള്ളൂ. ടൈം ഇനി 1 മിനിറ്റിന് താഴെ ഉള്ളൂ. ഒന്ന് കുക്കിംഗ് പ്രോസസ് ഒന്ന് പറയാമോ ദീന? അമ്മി, വെജിറ്റബിൾസ് കട്ട് ചെയ്തു, പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. എന്തൊക്കെയാണ് മാരിനേറ്റ് ചെയ്തത്? ഓയിലും സോൾട്ടും മാത്രം ഇട്ടിട്ട് അത് കുറച്ച് നേരം വെച്ചിട്ട് നിങ്ങൾ പാനിലേക്ക് ഇട്ടു. മസാലാസ് ഏതൊക്കെയാണ്? ചില്ലി പൗഡർ, ചാറ്റ് പൗഡർ, ക്യൂമിൻ പൗഡർ, അത്രേ ഉള്ളൂ അല്ലേ? ഫൈൻ, കഴിഞ്ഞു. നിങ്ങളിനി പ്രസൻറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ലാസ്റ്റ് 30 സെക്കൻഡ്സ് ആണ്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ്. പെട്ടെന്ന് പ്രസൻറ്റ് ചെയ്യാം, പെട്ടെന്ന് ക്ലീൻ ചെയ്യാം. കൈയൊന്നും പൊള്ളിക്കരുത്.
ടൈം പോയി എന്ന് പറഞ്ഞ് കൈയൊന്നും പൊള്ളിക്കേണ്ട ആരും. ക്ലീനിങ് കഴിഞ്ഞു നിങ്ങളുടെ? ക്ലീനിങ് കഴിഞ്ഞു. ഇനി പ്രസൻറ്റേഷനേ ഉള്ളൂ. ഓക്കെ, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് 10 seconds. ലാസ്റ്റ് 5 seconds. 5, 4, 3, 2, 1. കൊണ്ടുവരും. വാവ്. നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു എന്താ പറയുക, കോക്കനട്ടൊക്കെ ഇട്ടിട്ട് ഇത് വേറൊരു സ്റ്റൈലിൽ, ഇതൊരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റൈലിലാട്ടോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഡിഷിൻ്റെ പേരൊന്നും കൂടി പറഞ്ഞേ. തവ വെജിറ്റബിൾ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രസന്റേഷൻ. അത് നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട്, വെജിറ്റേറിയൻ അല്ലേ, ടേസ്റ്റ് ചെയ്തോളൂ. ഷെഫ് ചെയ്തോളൂ, ഫസ്റ്റ് ഷെഫ് ചെയ്തോളൂ, ഞാൻ പിന്നാലെ വന്നോളാം. വെജിറ്റബിൾ കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെജിറ്റബിളിൻ്റെ എന്താ പറയുക, ഒരു നാച്ചുറാലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രീനിഷ് കളറുണ്ട്, പക്ഷേ അതിന് കുക്കുമാണ്. ഏത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ക്രഞ്ച് വെജിറ്റബിൾസ് ആണ്. സീസണിങ് ഓക്കെയാണ്, നല്ല സോൾട്ട് പെപ്പറൊക്കെ ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ടും എന്താ മാർക്ക് ഷെഫ് പറഞ്ഞോളൂ. ഇവരാണ് കുറച്ച് സീസണിങ് ഒക്കെ പക്ക. ഒക്കെ സീസണിങ്. ഇത് ടീം ബി ആണ് കുറച്ചുകൂടെ സ്മാർട്ട്. വെറുതെ അവർ നല്ല സീസണിങ് ആണ്, നല്ല പെർഫെക്റ്റ് സീസണിങ് ആണ്. ഒന്നും കൂടുതലില്ല. പ്രസന്റേഷൻ ഓക്കെയാണ്, പക്ഷെ എന്നാലും മസാലാസ് കുറച്ച് മസാല ശേഷം കൂടുതലുണ്ട്. ഓക്കെ, ടീം ബി ആണ് ബെസ്റ്റ് ഷെഫ്. കൺഗ്രാറ്റുലേഷൻസ് ടീം ബി. ഈ സന്തോഷത്തെ ആർക്കെങ്കിലും ഒന്ന് പാടാൻ തോന്നുന്നുണ്ടോ? ആദിത്യം പറയണോ? അതിന് മഞ്ജുവ പാടുന്നത്. പാടിക്കോ, സന്തോഷത്തിൽ പാട്ടാവാ. ആദ്യത്തെ സത്യമാണമ്മ, അനുപമത്യാഗമാണമ്മ, അനശ്വര നന്മയാണമ്മ, സൂര്യനു മുൻപേ ഉറക്കമുണരുന്ന സ്നേഹ പ്രകാശമാണമ്മ. സൂപ്പർ.